വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു ഫോർ കമ്മിങ്. നിങ്ങൾ എല്ലാവരെ പോലെ നമ്മളും വല്ല ഒരു ഹാപ്പിനെസ്സിലാണ്. കാരണം പറയാലോ, ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് ലൈക്ക് രഞ്ജി ട്രോഫി അതിൻ്റെ ഒരു ടോപ്പ് 2-ലെത്തുക ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ അത്രയും ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലെത്തിയത്. യെസ്, നമുക്ക് എല്ലാവരും ആഗ്രഹം പോലെ നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു ബാഡ് ലക്ക് അല്ലെങ്കിൽ അൺഫോർച്യൂനേറ്റ് പോലെ നമുക്കത് ഈ ഒരു തവണ നമുക്ക് നേടാൻ സാധിച്ചില്ല. സ്റ്റിൽ നമ്മൾ ഈ ഒരു റണ്ണറപ്പ് ആയാലും വി ആർ വെരി ഹാപ്പി. നമ്മൾ അറിയാലോ, നമ്മൾ ആ ഒരു ഇതൊരു ജേർണിയാണ്. ഇപ്പം ഞാൻ കേരള ടീമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 15 years ആയി. 2009 ഞാൻ ഡെബ്യൂ ചെയ്തത്. അപ്പം അന്ന് തൊട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ടു വിൻ എ ഡൊമസ്റ്റിക് കപ്പ്. അപ്പോൾ അത് എനിക്ക് ഒരു 15 years എടുത്തു ആ ഒരു ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്, നമ്മുടെ കേരള ടീമും കേരള ക്രിക്കറ്റ് അസോസിയേഷനും. അപ്പം നമ്മുടെ ടാലൻസ് ഇപ്പം എല്ലാവരും കണ്ടതാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏത് ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മുടെ കേരള ടീമിലുണ്ടെന്ന് നമ്മൾ ഇന്ത്യൻ സെലക്ടേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ എല്ലാ ഡൊമസ്റ്റിക് ടീമിൻ്റെ അടുത്തും നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി കമ്മിങ് സീസണിൽ തന്നെ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെച്ച് നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ പോകണം എന്നുള്ള കാര്യം. നമ്മൾ സെമി ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അടുത്ത ഒരു ലക്ഷ്യത്തിന് ഒരു സ്റ്റെപ്പ് ഹയർ പോകണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുകയാണ്, നമ്മളെത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് ഹയർ പോയി നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സ്വപ്നമായ ഒരു ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് കൊണ്ടുവരാൻ തന്നെയാണ് ആസ് എ ക്യാപ്റ്റൻ, ആസ് എ ഒരു ഇത്രയും നാളെ കേരള ക്രിക്കറ്റിനെ സെർവ് ചെയ്ത ഒരു പ്ലെയർ എന്ന രീതിക്ക് എൻ്റെയും നമ്മുടെ ടീമിലുള്ള എല്ലാവരുടെയും നമ്മുടെ സപ്പോർട്ട് മച്ചാൻ സർ, പി പ്രശാന്ത്, നമ്മുടെ സെലക്ടർ, കോച്ച് അമേയ് സർ, എല്ലാവരുടെയും ആഗ്രഹം